ഹായ് ഹലോ, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്കൊരു സ്വാഗതം. ഇതെന്താ സംഭവം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഇന്ന് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒരു ഐറ്റമായിരുന്നു. അങ്ങനെയല്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ക്രിസ്മസ് വെക്കേഷൻ്റെ വീഡിയോ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഞങ്ങൾ പോയപ്പോൾ അവിടെ ബീച്ച് ഫെസ്റ്റ് പോയപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കുടങ്ങൾ കലങ്ങളൊക്കെ കണ്ടു. പണ്ട് ഞങ്ങൾ ഇങ്ങനെ കലത്തിലൊക്കെ വെച്ച് കറി വയ്ക്കാറുണ്ട്, ചോറ് വയ്ക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൽ, എൻ്റെ അമ്മയുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ താണിക്കുടം അമ്പലത്തിൽ ഇങ്ങനെ കലങ്ങളൊക്കെ ഒരു കുട്ടിക്കലങ്ങൾ വരും. അപ്പോൾ അമ്മമ്മ ഓരോരുത്തർക്കും ഓരോ പേരക്കുട്ടികൾക്ക് ഇങ്ങനെ കലങ്ങളൊക്കെ തരും. ചിലവരതിൽ ചേച്ചിമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ പായസം വയ്ക്കും, ചോറ് വയ്ക്കും, കറി വയ്ക്കും. അപ്പോൾ അത് ഞങ്ങളുടെ മനസ്സിൽ നല്ലൊരു ഓർമ്മയാണ്. അപ്പോൾ എൻ്റെ മക്കളോട് പറഞ്ഞപ്പോൾ അവർക്കും അത് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു അത് ചെയ്യാനായിട്ട്. എന്നാൽ പിന്നെ നമുക്ക് ഈ പണി തുടങ്ങാം എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്തപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ മേടിച്ച്, അധികമൊന്നും വാങ്ങിച്ചില്ല, 2 കലം വാങ്ങിച്ചിട്ട് നമ്മൾ ചെയ്യാണ്. ടാസ്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരങ്ങനെ കത്തിക്കലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയ കലമാണല്ലോ. അപ്പോൾ ഇഷ്ടിയൊക്കെ കൂട്ടി കുറച്ച് വിറകുകളൊക്കെ സംഘടിപ്പിച്ച് വെക്കുകയാണ്. അപ്പോൾ ആദ്യം ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേർ 2 ഉണ്ട്, പിന്നെ കുഞ്ഞുണ്ണിയുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചോറൊക്കെ റെഡിയായി. അത്യാവശ്യം നല്ല പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നല്ലൊരു, ഞങ്ങളും സഹായിച്ചു കേട്ടോ. കാരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്രയും ഒരു ചെയ്തിട്ടില്ലല്ലോ. പിന്നെ കറി നമുക്ക് പരിപ്പ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തത് പരിപ്പ് വെച്ചു. അതിന് മുകളിൽ വെള്ളത്തിൽ ചൂട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു മുകളിൽ. അപ്പോൾ അത് കാരണം തന്നെ പരിപ്പ് വലിയ കുഴപ്പമില്ലാണ്ട് പെട്ടെന്ന് തന്നെ കുതിർത്ത് വെച്ചിട്ട് നമ്മളതും വേവിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കും ചിലപ്പോൾ. ആ പുകയും ഇതൊക്കെ കൊണ്ടിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വിറക് കണ്ടുപിടിക്കാൻ ഒരാൾ പോയി, ഒരാൾ കത്തിക്കാനിരുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും കത്തിയൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് ഇളക്കി നോക്കൽ ശരിക്കും ഒരു പുകയൊക്കെ അടിച്ച് 2 പേരും കണ്ണൊക്കെ നീറി കരഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അതൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു കുട്ടികൾക്ക്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പരിപ്പൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞപ്പോൾ ഉള്ളി കാച്ചേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ അത് ചെറിയൊരു ഒരു ചീഞ്ചട്ടി പോലെ അതിൻ്റെ തുമ്പ് ഭാഗം പൊട്ടിയിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് അവർ വെറുതെ തന്നിരുന്നു. പോയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളത് വെച്ചിട്ട് ഇറക്കലൊക്കെ ഞാൻ കൊടുത്തു, കാരണം ചൂടുള്ള സംഭവങ്ങളൊക്കെയാണല്ലോ. അങ്ങനെ പിന്നെ കൂട്ടാൻ കാച്ചിലായി. ഞങ്ങളുടെ പരിപ്പ് കുത്തി പൊടിച്ച് കാച്ചാന്നാണ് പറയാം. അപ്പോൾ അങ്ങനെ പരിപ്പ് കുത്തി പൊടിച്ച് കാച്ചാണ്. പുകമണമൊക്കെ ഉള്ള ഒരു സംഭവമാണ്, കുറച്ച് പുകയും കാര്യങ്ങളൊക്കെ വന്നിട്ട്. പക്ഷെ അത് രസമുണ്ടായിരുന്നു. കുട്ടികളായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് ഊതിക്കൊടുക്കലും ഒക്കെ അവർ തന്നെയാണ്. ഞങ്ങൾ അവിടെ കൂടി ഇരുന്നു എന്നുള്ളൂ. അപ്പോൾ അവർ തന്നെയാണ് അത് ചെയ്തത്. ചെറിയ ചെറിയ സഹായങ്ങളാണ് ഞങ്ങൾ ചെയ്തു കൊടുത്തത്. ഇളക്കാനൊക്കെ അവർ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഇളക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെയാണ് ചെയ്യുന്നത്. അതിനെ കുറിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളി സവോള നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും വീട്ടിലുള്ള ചെയ്യണ പോലെ തന്നെ അവരത് ഒക്കെ കൃത്യമായിട്ട് ചെയ്യണ്ടായിരുന്നു. ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണല്ലോ. ചെറുപ്പത്തിൽ ഞാനൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി. ആ സമയത്തൊക്കെ ഭയങ്കര സന്തോഷം. നമുക്കത് ചെയ്യാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുപോലെ അവരും ചെയ്തോട്ടെ എന്ന് നമ്മൾ ചിന്തിച്ചു അത് കൊടുത്തപ്പോൾ. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വന്നു. ഞാൻ പരിപ്പ് അതിലേക്ക് ഇട്ടു. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. സെപ്പറേറ്റ് കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ തണുത്ത വെള്ളം ഒരു കലത്തിലും ചോറും പരിപ്പും ഒരു ഇലയിലൊക്കെ വെട്ടി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് നല്ലൊരു മഴ. അത്ര നേരം മഴയൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു മഴയുടെ ഇതൊന്നും ഉണ്ടായില്ല. അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പൊടിഞ്ഞു. ഇവരുടെ ചെയ്ത് കയറി ഇലയിലൊക്കെ ഇട്ട് ചോറിന് കഴിഞ്ഞപ്പോഴും ഒരു അടിപൊളി മഴ. ഒരു ഗംഭീര മഴയൊന്നുമല്ല, എന്നാലും ഒരു വെറുതെ ഒരു ചാറ്റൽ മഴ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി. അത് അല്ലെങ്കിൽ അടുപ്പും വിറകൊക്കെ നനഞ്ഞു പോയേനെ. അപ്പോൾ അവർക്കത് ചെയ്യാനും പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു ഫുള്ള് സെറ്റ് ചെയ്തു. അച്ചാറ് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കൂട്ടി 2 കൂടി നല്ല അടിപൊളിയായിട്ട് വെക്കേഷനിൽ അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ചെയ്ത് കൊടുക്കാൻ എനിക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് അത് എൻജോയ് ചെയ്തു. അപ്പോൾ ഓരോ വെക്കേഷൻ കളികളൊക്കെ ആയിരുന്നു ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.